എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? സാർ, ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം, ശിക്ഷ ഉണ്ടോന്ന്. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. വേണോ? എന്തൊരു വഞ്ചനയാണ് ഇയാൾ മാറാട്ടം അറിയാം. അതെ, വലിയ പാപമാണ്. അതിരിക്കട്ടെ, എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടല്ല ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഈശ്വര, സമയം വളരെയായി. മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്. കണ്ണെടുത്തെല്ലാം തെറ്റും. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്? Hello, sir. Hello. I am Sundaresan Nair from Kalayananda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number 8. Welcome, sir. Okay. Please come. Okay. Our luggage. It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനെന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ. ചേട്ടാ, ഇത് ചേട്ടാ, ചേട്ടന്റെ പങ്കജവല്ലിയാ ഞാൻ. ചേട്ടന്റെ കുസുമവല്ലിയാ ഞാൻ. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? മേഡം, അടാവും തോന്നുങ്കോ. അടോ, നിന്റെ അടവൊന്ന് എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ? അല്ല, എന്റെ ഭർത്താവാ. ഞാൻ ഇവരുടെ ഭർത്താവാ. ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല. എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളെ രീതികളും അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം. അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. എന്റെ റൂം ഏതാ? ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കും. ചേട്ടാ,
എടി മുദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കുക അല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ആ, ഈ കാര്യത്തിലെങ്കിലും നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി, വേണം. ആരും നമ്മള് തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് അങ്ങോട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ടതില്ലുണ്ടാവും. കാര്യം എന്തായി? അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സുന്ദരി കോതല്ലേ? എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, ആ, അവരെന്തിനാ എപ്പോഴും ഇങ്ങനെ നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥോ അല്ലേ? എന്റെ അമ്മേ, ദേ ഉണക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? അയ്യോ. ഈ മുഖം, ഈ താടി, ഈ രൂപം. തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എണീക്കൂ. ആ, എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഞാനും അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ, വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ, തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. തട്ടടാ. മുഴുവൻ കേട്ടാ ഞാൻ തട്ടിപ്പോവും. പോട്ടെ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്. I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കാ. മാർഗരറ്റ്, കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെ. വാട്ട്? അല്ലെ, മുറികളുടെ കാര്യത്തിലെ അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. ഇവനൊന്നും കണ്ടോ? എന്താ മിസ്റ്റർ പാച്ചു? വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? മിണ്ടരുത്, എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അതും ആരോടും പറയരുത്. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. വാ, വരൂ വരൂ. എന്താ, ഫൽഗുനിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട്. വരൂ, നടക്കൂ, വരൂ.